നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാള കാവ്യ വസന്തത്തിന് കാൽപ്പനിക വസന്തം പകർന്നു നൽകിയ ആശയഗംഭീരനാണ് കുമാരനാശാൻ. ഒരു നൂറ്റാണ്ടിനിപ്പുറവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ സാഹിത്യ നഭസിൽ വളരെ അർത്ഥഗാംഭീര്യത്തോടെ നിലനിൽക്കുകയാണ്. 1924 ജനുവരി 16 പല്ലനയാറ്റിൽ നടന്ന ബോട്ടപകടത്തിലാണ് കുമാരനാശാൻ നമ്മളെ വിട്ടുപിരിയുന്നത്. പല്ലനയിൽ നടന്ന ആശാൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ അവരുടെ മേൽനോട്ടത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ പരിപാടികളിലൂടെയാണ് ആശാൻ്റെ സ്മൃതിദിനം ആചരിച്ചത്. ആശാൻ കവിതകളിൽ നിറയുന്ന ദാർശനികത, സ്നേഹമാഹാത്മ്യം, വിപ്ലവബോധം, നൂറ്റാണ്ടിനിപ്പുറവും ആ തത്വചിന്ത മലയാളിയെ അഗാധമായി സ്വാധീനിക്കുന്നു. മഹാകവി കുമാരനാശാന്റെ 101ാം ചരമവാർഷികാചരണം പല്ലന കുമാരനാശാൻ സ്മാരക സമിതിയുടെ മേൽനോട്ടത്തിൽ വിവിധ പരിപാടികളായി പല്ലന കുമാരകോടിയിൽ നടന്നു. ആശാൻ കൃതികളെ ആസ്പദമാക്കിയുള്ള ചിത്രപ്രദർശനങ്ങൾ, നാടകങ്ങൾ, കവിതാലാപനം, ഓട്ടംതുള്ളൽ തുടങ്ങിയവയാണ് പല്ലനയിൽ ആശാന്റെ പേരിൽ സ്ഥാപിതമായ KAM UP സ്കൂൾ കനക ജൂബിലി സ്മാരകത്തിൽ നടന്നത്. ചിന്താവിഷ്ടിയായ സീത ഡാൻസ് ഡ്രാമ, ചണ്ടാല ഭിക്ഷുകി, ഓട്ടംതുള്ളൽ, അങ്ങനെ കവിതകൾ കലാരൂപങ്ങളായി ആസ്വാദക മനസ്സിലെ ഓർമ്മകൾ ഉണർത്തി. ആശയഗാംഭീര്യം കൊണ്ട് മലയാള സാഹിത്യ ലോകത്തെ പിടിച്ചുലച്ച ക്രാന്തദർശി, ആധുനിക കവിത്രയത്തിലെ പ്രധാനി, കേരളീയ സാമൂഹിക ജീവിതത്തിൽ പരിവർത്തനങ്ങൾക്ക് വേണ്ടി സാഹിത്യലോകത്തിന്റെ ഉള്ളറകളിൽ നിന്ന് മനുഷ്യ മനസ്സിന്റെ ചിന്താധാരയിലേക്ക് സഞ്ചരിച്ച സ്നേഹഗായകനായ കുമാരനാശാൻ. കേവല വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ആശാന്റെ ആശയലോകം. ആശയവിശാലത നിറഞ്ഞ ആശാന്റെ കൃതികളിലെ ചിതറിത്തെറിക്കുന്ന ആശയങ്ങളെ ക്യാൻവാസിൽ പകർത്തുകയാണ് ആലപ്പുഴയിലെ ഒരു കൂട്ടം കലാകാരന്മാർ. ആശാൻ മരിച്ചിട്ടിപ്പോൾ 100 വർഷം ആവുന്നു. അപ്പോൾ ആശാൻ്റെ കൃതികൾ ഉണ്ടാകുന്ന സമയത്ത് ഗുരുവിൻ്റെ ഇതുണ്ടാകുന്നു. അപ്പോൾ ഈ ആശാൻ്റെ കൃതികളും ഗുരുവിൻ്റെ നിന്നുള്ള പ്രചോദനം കൊണ്ട് സമൂഹത്തിൽ മൊത്തം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റവും അതിൽ നിന്ന് ആശാൻ്റെ കൃതികളെ രൂപപ്പെട്ടു വരികയും ചെയ്യുകയും നമുക്കൊരു നവോത്ഥാന മൂല്യങ്ങൾ നമുക്കുണ്ടായി വന്നിട്ടുണ്ട്. നമ്മൾ പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് അപ്പോൾ നവോത്ഥാനത്തിലൂടെ ഉരുത്തിരിഞ്ഞൊരു പ്രബുദ്ധ കേരളത്തിൽ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഇടത്തിൽ ഈ സമയത്ത് ആ പ്രബുദ്ധത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളില്ല എന്ന് പറഞ്ഞാൽ പറയപ്പെടേണ്ടിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലൊക്കെ കൂടെ കൊണ്ടാണ് എന്നാൽ ആശാൻ്റെ കൃതികളെ വരികൾക്കുള്ളിൽ നിന്നൊരു ചിത്രഭാഷയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അവിടെ വരുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന അവരുടേതായ രീതിയിലെ ചിത്രങ്ങളെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആനുകാലിക സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ ദൂരീകരിക്കുകയും നല്ലൊരു മാനവിക സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്തി എടുക്കേണ്ടതായിട്ട് ആവശ്യകതയുണ്ട്. അതിനെ പുതിയ തലമുറയെ കൊണ്ടേ മാറ്റേ പറ്റത്തുള്ളൂ. പുതിയ തലമുറകളെ കൂടെ ഗ്യാലറികളിലോ അല്ലെന്നുണ്ടെങ്കിൽ സാംസ്കാരിക ഇടങ്ങളിലേക്കോ കയറ്റിക്കൊണ്ടുവരണം. നമ്മൾ നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. ഹാ പാപമോമൽ മലരേ ബത നിന്റെ മേലും ക്ഷേപിച്ചിതേ. വീണപൂവ്, നളിനി, ചണ്ടാല ഭിക്ഷുകി, കരുണ, ലീല, ദുരവസ്ഥ തുടങ്ങി ആശാന്റെ കാവ്യങ്ങളെല്ലാം ആലപ്പുഴയിലെ ആർട്ട് ഗ്യാലറിയിൽ നിരന്നു. കുമാരനാശാന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചിത്രപ്രദർശനമാണ് പുതിയ ദൃശ്യാനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്ക് അത് കണ്ട് നോക്കി നിൽക്കാനായിട്ട് കുറേ കൗതുകമായിട്ട് തോന്നി. ശരിക്കും എല്ലാവരും വന്ന് കാണേണ്ട ഒരു ഇത് തന്നെയാണ്. കാരണം കണ്ട് കഴിയ ഒരു ചിത്രത്തിൽ നമ്മൾ നോക്കി നിൽക്കാൻ തോന്നിപ്പോകുന്ന ഒരു ചിത്രങ്ങളാണെല്ലാം. അത് ആ കവിതകളായിട്ടുള്ള ആ ഒരു ആശയവും ഇതൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ശരിക്കും നമ്മളത് വായിച്ചവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. ആശാൻ കാണിച്ചു തന്ന വാങ്മയ ചിത്രങ്ങൾ
മിഴിവോടെ ആർട്ട് ഗാലറിയുടെ ചുമരുകളിൽ കഥകൾ പറഞ്ഞു. ആശാൻ പറഞ്ഞവസാനിപ്പിച്ചിടത്തു നിന്നും നിറങ്ങൾ കൂട്ടിച്ചേർത്ത് ഓരോ ചിത്രങ്ങളും പുതിയ ഒരു തലത്തിലേക്ക്. കാൽപ്പനിക വസന്തം തീർത്ത ആശാന്റെ ആ ആശയലോകം ക്യാൻവാസുകളിൽ നിറയുന്നു. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കേ നീ. സ്വപ്നങ്ങളെക്കുറിച്ച് 1000-ൽ കൂടുതൽ വാക്കുകളിൽ വർണ്ണിച്ച് ഹാ എന്നു തുടങ്ങി കഷ്ടം എന്നവസാനിക്കുന്ന വീണപൂവ് വാടി വീണത് വാസവദത്തയുടെ മടിയിലേക്കാണ്. മനുഷ്യജന്മത്തിന്റെ പ്രതിഫലനം തന്നെയാണ് ഇത്. സുന്ദരമായൊരു പുഷ്പം കൊഴിഞ്ഞ് തറയിൽ വീണ് കിടക്കുന്നത് കണ്ടപ്പോഴുണ്ടായ വിഷാദത്തിൽ നിന്നുടലെടുത്ത കാവ്യം വീണപൂവ്. സാധാരണ മനുഷ്യർ കൊഴിഞ്ഞുകിടക്കുന്ന പുഷ്പങ്ങൾ കാണുമ്പോൾ ഒരു നിമിഷം നോക്കിയേക്കാം, പിന്നെ നടന്നകലും. അതിനെ ഇത്രയധികം ഭാവന ചാർത്തി വർണ്ണിക്കാൻ ആശാന് മാത്രമേ കഴിയൂ എന്ന് വാടിക്കൊഴിഞ്ഞു കിടക്കുന്ന ആ ചിത്രം വിളിച്ചു പറയുന്നുണ്ട്. കുമാരനാശാൻ്റെ ഓരോരോ കൃതികളും പാഠപുസ്തകങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ ഇതുമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്, ഓടി ഓടി വരുന്നുണ്ട്. നമ്മൾ ഒന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ ചിത്രങ്ങളിലൂടെ പെട്ടെന്ന് നമുക്ക് അബ്സർവ് ചെയ്യാൻ പറ്റുന്നു. ഉപഗുപ്തനെ പലവട്ടം ആളയച്ചു ക്ഷണിക്കുമ്പോഴൊക്കെ സമയമായില്ല എന്ന മറുപടിയാണ് വാസവദത്തയ്ക്ക് ലഭിച്ചിരുന്നത്. ഒടുവിൽ ഒരു ക്രൂരകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട് കയ്യും കാലും ഛേദിച്ച നിലയിൽ ശ്മശാനത്തിൽ തള്ളപ്പെടുന്ന വാസവദത്തയെ സന്ദർശിക്കുന്ന ഉപഗുപ്തൻ. വാസവദത്തയുടെ മടിയിൽ നിന്ന് ഊർന്ന് അവളെപ്പോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് നിലത്ത് വീണുകിടക്കുന്ന പൂവ്. പൂവും സ്ത്രീയും എന്തിന്, മനുഷ്യജന്മം തന്നെ ഒരു നാൾ വാടിക്കൊഴിഞ്ഞു പോകും എന്ന ഓർമ്മപ്പെടുത്തൽ പോലെ. ആസന്നമായ ഒരു ഉറക്കത്തിലേക്ക് ഒരു നാൾ മനുഷ്യൻ വഴുതി വീഴും. മനുഷ്യജീവിതത്തിന്റെ ആ യാത്രയിൽ ഇടയ്ക്കുണ്ടാകുന്ന തളർച്ചകൾ ചിലപ്പോൾ മാറ്റത്തിന്റെ വഴികളാകാം. രാഘവൈഭവം കണ്ടോ അഥവാ ഇവൾ കെഴുമി ഭാവബന്ധബലത്താൽ ശിഥിലമായ തൽപ്രാണൻ തങ്ങി നിൽപ്പതാം അന്തിമമാ മണമർപ്പിച്ചടിവാൻ മലകാക്കില്ലേ ഗന്ധവാഹനേ രഹസ്യമാർക്കറിയാവൂ. സാമൂഹിക വ്യവസ്ഥിതികളെ പോലും മാറ്റിത്തീർക്കാവുന്ന വഴികൾ. ദാഹിച്ചാൽ വെള്ളം കുടിച്ചാൽ മതിയാകും, ജാതി തിരക്കിയാൽ ദാഹം മാറില്ലല്ലോ. കിണറ്റിൻകരയിൽ നിൽക്കുന്ന ചണ്ഡാല സ്ത്രീയോട് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് ഭിക്ഷുബ്രാഹ്മണൻ ഉറക്കെ പറയുന്നത് ആ മുറിക്കുള്ളിൽ വാസവദത്തയുടെ അരികിൽ തന്നെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അല്ലലെന്തു കഥ ഇതു കഷ്ടമേ, അല്ലലാലെങ്ങു ജാതി മറന്നതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലഴുമാര്യന്മാർ. കോപമീരരുതേ ജലം വാങ്ങും പാപമുണ്ടാമിവളൊരു ചണ്ഡാലി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമനായകൻ തന്റെ കിടാത്തി ഞാൻ. ദാഹത്തിനും വിശപ്പിനും മേലല്ല ജാതി, അവിടെ മനുഷ്യനാണ് വലുത് എന്ന് ഉദ്ഘോഷിക്കുന്ന ആശാന്റെ സാമൂഹിക ബോധ്യത്തിന്റെ പരിച്ഛേദം. അങ്ങനെ ചിത്രങ്ങൾക്കും സംസാരിക്കാനുള്ള ആശയം പകരാനുള്ള കഴിവുണ്ട്. ആ ചിത്രത്തിലൂടെ
ആശയം പകരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആശാൻ്റെ ആശയങ്ങൾ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ചണ്ടാല ഭിക്ഷുകിയുടെ അരികിൽ പ്രണയത്തിന്റെ സുഗന്ധം പരത്തി ലീലയും മദനനും. അവിടെ മനുഷ്യസ്നേഹത്തിന്റെ ആത്മാർത്ഥത, പ്രണയത്തിന്റെ മറ്റൊരു പരിച്ഛേദം. മരണത്തിന് പോലും വേർപെടുത്താനാകാത്ത ദിവ്യപ്രണയത്തിന്റെ അവശേഷിപ്പുകൾ ആ ചുമരുകളിൽ മുറിക്കുള്ളിൽ നിന്ന് പുറത്തു കടക്കാതെ ഒളിച്ചിരിപ്പുണ്ട്. ലീലയുടെയും മദനന്റെയും പ്രണയകഥയ്ക്ക് ഒരിക്കലും അന്ത്യമില്ല എന്ന് ഓർമ്മിപ്പിക്കും വിധം. കുമാരനാശൻ്റെ കൃതികളെ സംബന്ധിച്ചിട്ട് നടത്തുന്ന ഒരു എക്സിബിഷൻ ഇത് വ്യത്യസ്തമാണ്. ഇന്നുവരെ ആരും ചെയ്തിട്ടില്ല. എനിക്കറിയില്ല. ഇതിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കാനുണ്ടാവും. ഞാനൊരു ചിത്രകാരി ഇതുവരെ ആയിട്ടില്ല, അതിൻ്റെ പാതയിലേക്കാണ്. എല്ലാത്തിനുമൊടുവിൽ ആശാൻ കാവ്യങ്ങൾ തീർത്ത ചിത്രലോകത്ത് നിന്ന് തിരിച്ചിറങ്ങാൻ നേരം ആർട്ട് ഗ്യാലറിയുടെ പടിവാതിലിൽ എത്തുമ്പോൾ ആശാൻ ഇക്കാര്യം കൂടി നമ്മെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ ഇന്ന് ഭാഷ്യതപൂർണമിങ്ങഹോ വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ. കുമ്മാട്ടികൾ തൃശ്ശൂരിനെ മാത്രമല്ല കേരള സാംസ്കാരിക പാരമ്പര്യത്തിന് തന്നെ ഒരു മുഖം തന്നെയാണ്. ആ കലാപാരമ്പര്യം ഇപ്പോൾ കടൽ കടന്നിരിക്കുകയാണ്. അമേരിക്കയിലെ ആർട്ട് ഗാലറിയിലാണ് കുമ്മാട്ടി മുഖങ്ങൾ പ്രദർശനത്തിന് ഒരുങ്ങുന്നത്. തൃശ്ശൂരിലെ ചേർപ്പ് സ്വദേശി കെ രാമേന്ദ്രൻ നിർമ്മിച്ച കുമ്മാട്ടി മുഖങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിലെത്തിയിരിക്കുന്നത്. ആ വിശേഷങ്ങൾ കാണാം. കലയും കൗതുകവും ഐതിഹ്യവും സമ്മേളിക്കുന്ന രൂപങ്ങളാണ് കുമ്മാട്ടികൾ. തൃശ്ശൂരിൻ്റെ കലാസാംസ്കാരിക പാരമ്പര്യങ്ങളിൽ പ്രധാനമായ ഒന്ന്. കുമ്മാട്ടിയെ ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന പാരമ്പര്യത്തിൽ നിന്ന് ഉത്ഭവിച്ച് കുമ്മാട്ടിക്കാലം ഓണനാളുകളിൽ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ നിറങ്ങൾ നിറയ്ക്കുന്നു. കുമ്മാട്ടിക്കൂട്ടങ്ങൾക്ക് പിന്നിലെ ഐതിഹ്യം മഹാഭാരതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശിവനും അർജുനനുമായി ബന്ധപ്പെട്ടതാണ് ആ ഐതിഹ്യം. പാണ്ഡവരുടെ വനവാസകാലത്ത് യുധിഷ്ഠിരൻ അനുജനായ അർജുനനോട് ശത്രുസംഹാരത്തിനായി വിശിഷ്ടമായ ആയുധങ്ങൾ തപസ് ചെയ്ത് നേടാൻ നിർദ്ദേശിച്ചു. ശിവന്റെ കൈവശമുള്ള പാശുപതാസ്ത്രം അർജുനൻ വരമായി ആഗ്രഹിച്ചു. എന്നാൽ ആയുധം നൽകുന്നതിന് മുമ്പായി അർജുനന്റെ കഴിവ് പരീക്ഷിക്കാൻ ശിവൻ തീരുമാനിച്ചു. ശിവൻ കാട്ടാൾ രൂപം ധരിച്ച് അർജുനന്റെ മുമ്പിലെത്തി. അമ്പെയ്തു കൊന്ന ഒരു പന്നിയുടെ പേരിൽ ഇരുവരും തർക്കത്തിലായി. തുടർന്ന് കിരാതരൂപിയായ ശിവനുമായി യുദ്ധം ചെയ്ത് അർജുനൻ നിരായുധനും പരാജിതനുമായി. കാട്ടാളനിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങി വിഷാദം പൂണ്ടിരുന്ന അർജുനനെ ശിവൻ കിരാതരൂപം വെടിഞ്ഞ് അനുഗ്രഹിച്ച് ദിവ്യശക്തിയുള്ള പാശുപതാസ്ത്രം സമ്മാനിച്ചുവെന്നാണ് ഐതിഹ്യം. ആ സമയത്ത് ഭൂതഗണങ്ങൾ അവിടെ എത്തി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ അമ്പും വില്ലും കൊട്ടി നൃത്തം ചെയ്തു എന്ന് പുരാണം പറയുന്നു. ശിവന്റെ ഭൂതഗണങ്ങളാണ് കുമ്മാട്ടികൾ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കുമ്മാട്ടിയുടെ സങ്കല്പത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ 2 തരത്തിലുള്ള കഥകളുണ്ട്. അതിൽ ഒന്ന് പറയുകയാണെങ്കിൽ, ഈ പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ പരമശിവൻ പല പല വേഷങ്ങളിൽ വന്ന് അർജുനനെ പരീക്ഷിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് പാർവതീദേവി വീണ്ടും അത് ചോദിക്കുകയാണ്. എന്താണ് അന്ന് പ്രകടമാക്കിയിട്ടുള്ള ഭാവങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ ശിവൻ തന്നെ പാർവതിക്ക് വേണ്ടിയിട്ട് പല പല ഭാവത്തിൽ വന്നു എന്നുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ തന്നെ സാക്ഷാൽ പരമശിവൻ്റെ ഭൂതഗണങ്ങളായി മാറുന്ന ദൈവരൂപങ്ങളാണ് കുമ്മാട്ടിയായിട്ട് പരിണമിച്ചിട്ടുള്ളത്. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൈവരൂപങ്ങൾ. ഇതൊക്കെ പ്രകടമാക്കുന്ന ആ രീതിയിൽ ഇതിനൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കുമ്മാട്ടി എന്നുള്ള രൂപത്തിലേക്ക് ഈ മുഖങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നത്. ശിവന്റെ ഭൂതഗണങ്ങളായ കുമ്മാട്ടികൾ വീടുകളിലെത്തുന്നത് കാലദോഷം തീർക്കാനാണെന്നാണ് ഹൈന്ദവ വിശ്വാസം. കലയുടെ ഐതിഹ്യത്തിൻ്റെ ഈ പാരമ്പര്യമാണ് ഇപ്പോൾ അമേരിക്കയിലെ ആർട്ട് ഗാലറിയിലെത്തിയത്. ഇതും അമേരിക്കയിലെ ആ സുഹൃത്ത് ആവശ്യപ്പെട്ടത്. അദ്ദേഹം കഥകളിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കഥകളിയുടെ മുഖം വേണം രാമേന്ദ്രേട്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനോഹരമായിട്ട് തന്നെ എന്നാൽ കഴിയാവുന്ന രീതിയിലൊരു കഥകളി മുഖം ഞാൻ തയ്യാറാക്കി. ഈ മുഖത്തിനും അഴകാർന്ന രീതിയിലുള്ള ഈ ഷെല്ലുകളും അതുപോലെ കല്ല്, ഈ മയിൽപ്പീലി, ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സുഹൃത്താണ്. അദ്ദേഹം മനോഹരമായി തന്നെ
അതൊക്കെ അണിയിച്ചൊരുക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ആദ്യമൊക്കെ നമ്മൾ ഒറ്റ മുഖമായിട്ടാണ് വർക്ക് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ മുഖം വർക്ക് ചെയ്യുന്ന സമയത്ത് അവരൊരു കൺസെപ്റ്റ് നമ്മളോട് പറഞ്ഞു. ഇത് സബ്ജക്റ്റ് കാലൻ എന്നുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ കാലൻ്റെ വാഹനം പോത്ത്, അതോടൊപ്പം തന്നെ നരകത്തിൽ യാതന അനുഭവിക്കുന്ന ഒരു നരകപാലകൻ, ആ ഒരു കൺസെപ്റ്റും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് 3 മുഖമാണ് നമ്മളിതിൽ കൊത്തിയിട്ടുള്ളത്. അപ്പോൾ കാലന് വേണ്ടതായിട്ടുള്ള ഒരു രൗദ്രഭാവം അതും നമ്മളതിൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്. പിന്നെ പോത്തിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ളൊരു മുഖം, പിന്നെ ഒരു നരകപാലകൻ. അങ്ങനെ പുറകിലൊക്കെ നമ്മൾ അഗ്നി, എന്താ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാവുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അമേരിക്കയിൽ താമസിക്കുന്ന അജിത്താണ് കുമ്മാട്ടി മുഖങ്ങൾ അവിടേക്ക് എത്തിച്ചത്. സമൂഹമാധ്യമങ്ങൾ വഴി കുമ്മാട്ടി മുഖങ്ങളെയും അതിൻ്റെ നിർമ്മാണവും കണ്ട അജിത്ത് മുഖങ്ങൾ തൻ്റെ അമേരിക്കയിലെ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കണമെന്ന രാമേന്ദ്രനോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു മുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മുഖത്തെ ഛായക്കൂട്ടുകളുടെ പ്രത്യേകതയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഒരു നോർമൽ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇതിന് മുഴുവനായിട്ടുള്ള ജീവൻ പകർന്നിട്ടുള്ളത് ആ ആർട്ടിസ്റ്റിൻ്റെ മികവാണ്. കാരണം മുഖത്തെ ആ എഴുത്ത്, ആ വർണ്ണങ്ങൾ, തെയ്യത്തിൻ്റേതായിട്ടുള്ള ആ ശരിക്ക് ആ ഒരു ഛായയും അതിൻ്റെ ഒരു ഗാംഭീര്യവും കൊണ്ടുവരാൻ ആർട്ടിസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു പെയിൻറ്റിങ്ങാണ്. ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കരിങ്കല്ലിൽ കൊത്തിയെടുത്ത രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. മുഖമൊക്കെ നമ്മളൊരു കരിങ്കല്ലിൻ്റെ കൺസെപ്റ്റിൽ. മാത്രമല്ല ഇതിന് ഒരുപാട് അലങ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്. കല്ലുകളും മുത്തുകൾ, അല്ല രത്നങ്ങളൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള അലങ്കാര പണികൾ ചെയ്തിട്ടുള്ളത് ആകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാകാരനാണ്. തിരുപ്പതി ഭഗവാൻ, ഗണപതി, അർദ്ധനാരീശ്വരൻ, കഥകളി, തെയ്യം, കാലഭൈരവൻ, നരസിംഹം, ശിവൻ തുടങ്ങി 10ഓളം കുമ്മാട്ടിമുഖങ്ങളാണ് ആദ്യഘട്ടത്തിൽ അമേരിക്കയിലെത്തിയത്. 18 വർഷത്തോളമായി രാമചന്ദ്രൻ കുമ്മാട്ടിമുഖങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ 38 വർഷമായി ശില്പനിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് രാമേന്ദ്രൻ. കുമിഴ്ത്തടിയിലാണ് മുഖങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത്. ഞാൻ കുമ്മാട്ടിമുഖങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 18 വർഷത്തോളം തുടർച്ചയായിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ഒരു മുഖം കൊത്താൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ ഈ ഒരു 10-20 വർഷത്തോളമായിട്ട് മുന്നേ കുമ്മാട്ടിമുഖങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ ചെറുതെന്ന് വെച്ചാൽ മറ്റുള്ള വിഗ്രഹങ്ങളും മറ്റുള്ളതൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള കുമ്മാട്ടിമുഖങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഈശ്വര നിയോഗം പോലെ എപ്പോഴെങ്കിലും വരും എന്നുള്ളൊരു ധാരണയിൽ അങ്ങനെ നമ്മൾ സമാധാനിച്ചു. പക്ഷേ പിന്നീട് നമുക്ക് മുഖം ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി വന്നു. അതിനുശേഷം 2005 2005 മുഖങ്ങൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം ഇന്ന് വരെ നമുക്ക് ഇനിയും എന്ത് മുഖം ഇനി കൊത്തണമെന്ന് അങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും ഒരു സംശയം. അത്രത്തോളം മുഖങ്ങൾ കൊത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു ഈശ്വര നിയോഗമായിട്ട് കണക്കാക്കണം. മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ എടുത്താണ് പല മുഖങ്ങളും നിർമ്മിക്കുന്നത്. 1 വർഷത്തോളം എടുത്ത് നിർമ്മിച്ച ഗണപതി ശില്പം പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ മുഖങ്ങൾക്കും ശില്പങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. സമൂഹമാധ്യമങ്ങളിൽ സജീവമായതോടെ രാമേന്ദ്രൻ്റെ കലാവിരുതുകൾ തേടി ദൂരദേശങ്ങളിൽ നിന്നടക്കം ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. മാത്രമല്ല ഇതൊരു നിയോഗം പോലെയാണ് എനിക്കിതിൻ്റെ മരം കൈവന്ന് ചേർന്നത്. 105 ഇഞ്ച് വണ്ണുള്ള ഒരു മരമായിരുന്നു. ആ ഗണപതി വിഗ്രഹം മാത്രം നമ്മൾ ഒറ്റ തടിയിൽ തീർത്തു. മറ്റുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ പ്രഭാമണ്ഡലവും പീഠമൊക്കെ മറ്റുള്ള അത് പല പല മരങ്ങളെ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ നൃത്തമാടുന്ന ഗണപതിയുടെ കാൽപാദത്തിൽ 5 വിരലിൽ നിന്നാണ് നടനം ആടുന്നത്. കാരണം പാദങ്ങൾ മുഴുവനില്ല, 5 വിരലിൽ മാത്രം. അതിപ്പോൾ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാലിൻ്റെ പുറകിൽ നിന്ന് മരങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. സ്വതവേ ഗണപതി വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നതാണ് കൂടുതലെങ്കിലും ഞാൻ എൻ്റെ മനസ്സിലൊരു കൺസെപ്റ്റായിരുന്നു നൃത്തം ചെയ്യുന്ന ഒരു ഗണപതി എന്നുള്ളൊരു സങ്കല്പം. ഇതിൻ്റെ വർക്ക് നമ്മൾ തുടങ്ങിയിട്ട് ഒരു 8 മാസത്തോളം എൻ്റെ വർക്ക് തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പോളിഷിങ് മറ്റുള്ള വർക്കുകളൊക്കെ കൂട്ടിയിട്ട് ഏകദേശം 1 വർഷത്തെ ഒരു പ്രയത്നമുണ്ട് ഈ വിഗ്രഹത്തിന്. ഭക്തരെ ആനന്ദിപ്പിക്കാനായി പരമശിവൻ അയച്ച ഭൂതഗണങ്ങളുടെ നൃത്തമായാണ് കുമ്മാട്ടി ഉത്സവത്തെ വിശേഷിപ്പിക്കുന്നത്. ആദ്യകാലത്ത് കമുകിൻ പാളയിൽ തീർത്ത കുമ്മാട്ടി മുഖങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇവ അധികകാലം ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല. മരത്തടിയിൽ തീർത്ത കുമ്മാട്ടി മുഖങ്ങൾ സജീവമാകും മുമ്പ് തകിട് രൂപങ്ങളും ഉപയോഗിച്ചിരുന്നു. കുമ്മാട്ടിയുടെ ആ ശൈലി തന്നെ മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു 10-20 വർഷം മുന്നത്തെ ഒരു അവസ്ഥയല്ല ഇപ്പോൾ അന്ന് എന്ന് പറയണമെങ്കിൽ നമ്മളൊരു മുഖത്തിനെ ഇങ്ങനെയൊക്കെ ഒന്ന് മരം ഒന്ന് ഒതുക്കിയിട്ട്
ചായക്കൂട്ടുകളെ കൊണ്ട് കണ്ണൊക്കെ മിഴി തുറക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ഒരവസ്ഥ. ഇപ്പോൾ നമ്മൾ ഒരു മുഖത്തിൽ നമ്മളൊരു എന്താ പറയുക റിയൽ അത്രയും എഫക്റ്റ് നമ്മൾ ആ മുഖത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരാളുടെ ഒരു രൗദ്രഭാവമാണെങ്കിൽ ആ രൗദ്രഭാവത്തിൽ ആ മുഖത്തിൽ നമ്മൾ എന്തൊക്കെ ചുക്കും ചുളുക്കും അങ്ങനെ അതൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ജനങ്ങളിൽ നിന്നും അറിയാനും കഴിയുന്നുണ്ട്. പർപ്പടകപ്പുല്ല് ദേഹത്ത് കെട്ടി നാടിൻ്റെ താളവും മേളവുമായ ഈ പൊയ്മുഖങ്ങൾ അമേരിക്കയിലെത്തുമ്പോൾ വിസ്തൃതമാകുന്നത് കേരളത്തിൻ്റെ കലാപാരമ്പര്യം കൂടിയാണ്. അങ്ങനെ ഈ ആഴ്ചത്തെ സെൻട്രൽ മാഗസിൻ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.